രാജ്യത്തുടനീളമുള്ള ഇൻഡിഗോ പ്രതിസന്ധിയിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര സർക്കാർ. രാജ്യത്തുടനീളം 300ഓളം സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, ഇപ്പോഴും പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഉന്നതതല അന്വേഷണം നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. പറയൂ ശ്രീകാന്ത്. രാഗി, ഇത് ഒരു കമ്പനി ഈ രാജ്യത്തെ ആഭ്യന്തര വിമാന സർവീസ് മുഴുവൻ കുത്തകയാക്കി വെച്ച് ആ ഒരു ബലത്തിൽ തങ്ങളുടേതാണ് ഈ ആഭ്യന്തര സർവീസ് മുഴുവൻ എന്ന ബലത്തിൽ സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവിനെ സമ്മർദ്ദത്തിലൂടെ മറികടക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ രാജ്യത്തെ വിമാനയാത്രക്കാരുടെയും പൈലറ്റുമാരുടെയും ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ അവർക്ക് മതിയായ വിശ്രമം, പൈലറ്റുമാർക്ക് മതിയായ വിശ്രമം അനുവദിക്കണം, ഈ വിശ്രമത്തിന് പോകുന്ന പൈലറ്റുമാർക്ക് പകരം കൂടുതൽ ആളുകളെ നിയോഗിക്കണം എന്നൊരു ചട്ടം കൊണ്ടുവന്നത്. പക്ഷേ അത് കൃത്യമായി നടപ്പാക്കാൻ മിനക്കെടാതെ തങ്ങൾക്കുള്ള ഈ മേഖലയിൽ തങ്ങൾക്കുള്ള മൊണോപ്പൊളി മുതലെടുത്ത് കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഈ കമ്പനി ചെയ്തിട്ടുള്ളത്. ആളുകളെ പരമാവധി ബുദ്ധിമുട്ടിച്ച് വലിയൊരു പ്രതിസന്ധി രൂപീകരിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ട് അവർ. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഈ വിശ്രമം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ നിയോഗിക്കണമെന്നുള്ള ഉത്തരവ് തൽക്കാലം മരവിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അത് ഈ കമ്പനിയുടെ ഒരു ടാക്ടിക്സ് ആയാണ് കാണുന്നത്. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട്. ഉന്നതതല അന്വേഷണത്തിനാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇന്നും പ്രതിസന്ധി തുടരുകയാണ്. ഏതാണ്ട് 1000-നടുത്ത് വിമാനങ്ങൾ ഇന്നും റദ്ദാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഡൽഹിയിൽ പക്ഷേ പതിയെ ഈ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയതൊക്കെ വീണ്ടും സർവീസ് നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നത് സംബന്ധിച്ച് പോലും ഈ കമ്പനിയുടെ ഭാഗത്തുനിന്നും നിരുത്തരവാദപരമായ നടപടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയിലേക്കടക്കം ഇപ്പോൾ നിരവധി ഹർജികൾ വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. എംപിമാരടക്കം, ജോൺ ബ്രിട്ടാസ്, സന്തോഷ് കുമാർ അടക്കമുള്ള എംപിമാരടക്കം വലയുകയും ചെയ്തു ഈ ഇൻഡിഗോയുടെ ഈ അപ്രതീക്ഷിത പ്രതിസന്ധിയിൽ. ശരി ശ്രീകാന്ത്.